10 साल बाद भी कांग्रेस 100 के आंकड़े को नहीं छू पाई। और अगर मैं 14, 19 और 24 तीन चुनावों को जोड़ करके कहूं तो इन तीन चुनावों में जितनी सीटें हमें मिली है उससे ज्यादा हमें इस चुनाव में मिली है। മോദി സർക്കാർ ഞായറാഴ്ചയാണ് സത്യവാചകം ചൊല്ലുക. മോദി സർക്കാരിൽ നിന്ന് മോദി പോലും വിശേഷിപ്പിച്ച് കേട്ടില്ല, കണ്ടില്ല. പാർലമെന്ററി പാർട്ടി യോഗത്തിലുടനീളം അസാധാരണത്വം തോന്നുമാർ അത്ര തവണ NDA സർക്കാർ എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് നരേന്ദ്രമോദി. മാത്രമല്ല 98 മുതലുള്ള സഖ്യ സർക്കാരുകളെ കുറിച്ച് വാചാലനാകുന്നുണ്ട് മോദി. ഇക്കാലം അത്രയും BJPക്കുള്ള മൃഗീയ ഭൂരിപക്ഷത്തിൽ മാത്രം ഭരിച്ച മോദി മുന്നണി മര്യാദ പഠിക്കുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ യുവരാജ് ഗോകുൽ, ശ്രീ M. ലിജു, ശ്രീ A. സുരേഷ് കുമാർ, മാധ്യമപ്രവർത്തകൻ, അഭിഭാഷകൻ ശ്രീ അമീൻ ഹസൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ യുവരാജ് ഗോകുൽ, ഇക്കാലം അത്രയും മോദി അങ്ങനെ NDA സർക്കാർ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ഒടുവിൽ NDA സർക്കാർ എന്ന് പോയിട്ട് BJP സർക്കാർ എന്ന് പോലും പറഞ്ഞില്ലല്ലോ, മോദി സർക്കാർ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ഇന്നേവരെയും ഒരു പ്രധാനമന്ത്രി പറയാത്ത രീതിയിൽ സ്വന്തം പേര് സ്വയം പറഞ്ഞ് അതാണ് ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി നമ്മൾ കണ്ടു. ആ മോദിക്ക് NDA സർക്കാർ എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്, മോദി ഗ്യാരണ്ടി എന്നത് NDA ഗ്യാരണ്ടി തിരുത്തേണ്ടി വരുന്നത് സഖ്യ സർക്കാരിനെ നയിക്കാനുള്ള വഴക്കമാണോ അതോ മനസ്സില്ലാതെ ഗതികേട് കൊണ്ട് പറയുന്നതാണോ ശ്രീ യുവരാജ് ഗോകുൽ? എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട്, പരിഹരിച്ച് തിരിച്ചു വരാമെന്ന് കരുതുന്നു. തുടക്കത്തിൽ തന്നെ സാങ്കേതിക പ്രശ്നം ഉണ്ടാകുന്ന അങ്ങേറ്റം സങ്കടകരമാണ്. ശ്രീ സുരേഷ് കുമാർ, അങ്ങേക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് 2019 അന്ന് നമ്മൾ വിജയ് ചൗക്കിൽ നിൽക്കുന്നു. അന്ന് എനിക്കൊരു അവിടെ ഇലക്ഷൻ പരിപാടിയുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ, രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ പ്രോസ്പെക്ടസ് പറയുന്ന കൂട്ടത്തിൽ താങ്കൾ അന്ന് പറയുന്ന ഒരു പദാവലിയുണ്ട്. എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങൾ ചരിത്രപരമായി തന്നെ ഉത്തരേന്ത്യയിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ അങ്ങനെ ഉണങ്ങിക്കിടന്ന ഒരു മുറിവിങ്ങനെ തുറന്നിരിക്കുന്നു. അവിടെ ഹിന്ദുത്വ എന്നുള്ള നറേറ്റീവ് ഇങ്ങനെ മാരക ഭൂരിപക്ഷത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ആ നറേറ്റീവിനെ ഒന്നായി മാറ്റി പുതിയൊരു നറേറ്റീവ് കൊണ്ട് വെക്കാൻ കഴിഞ്ഞാൽ മാത്രമേ പ്രതിപക്ഷത്തിനും കോൺഗ്രസിനും എന്തെങ്കിലും രാജ്യത്ത് പ്രസക്തിയുള്ളൂ എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ശ്രീ സുരേഷ് കുമാർ, 5 വർഷത്തിനിപ്പുറം ഒരു തെരഞ്ഞെടുപ്പിൽ ഫൈസാബാദ് എന്ന് പറയുന്ന ഒരുപക്ഷെ രാജ്യം ഇതുവരെ കണ്ട തെരഞ്ഞെടുപ്പുകൾ താങ്കൾ അന്ന് പറഞ്ഞ ഹിന്ദുത്വ നറേറ്റീവ് ഏറ്റവും കൂടുതൽ ആഞ്ഞു കത്തിച്ചൊരു തെരഞ്ഞെടുപ്പിൽ, ഫൈസാബാദ് അടക്കം വാരണാസിയിലെ പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങൾ അടക്കം BJPക്ക് നഷ്ടമായൊരു തെരഞ്ഞെടുപ്പിൽ ആ നറേറ്റീവ് മാറി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ശ്രീ സുരേഷ് കുമാർ? ഇത് നറേറ്റീവ് മാറിയതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ രാജ്യം ഭരിക്കുകയാണ്. അതിനകത്ത് നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ തീർച്ചയായിട്ടും അജണ്ടകൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് ഘടകകക്ഷികളെ മാനിക്കാതെയുള്ള ഒരു പോക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പല രീതിയിലും നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷവും നടന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചിട്ടുണ്ട്. അതൊന്ന് വിലക്കയറ്റം, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ, ഇതുപോലെയുള്ള സാധാരണ ജനങ്ങളുടെ നിത്യജീവിത പ്രശ്നങ്ങൾ ഉണ്ട്. ഇനി മൂന്നാമതായിട്ടൊരു ഘടകം നമ്മൾ കാണേണ്ടത്, ഈ BJP മുന്നോട്ട് വച്ച വർഗീയ ധ്രുവീകരണ അജണ്ട ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് പ്രതിപക്ഷ കൂട്ടായ്മയുടെ ഭാഗമായി ഉയർന്നു വന്ന ചില മുദ്രാവാക്യങ്ങൾ BJPയെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അങ്ങനെ പ്രതിസന്ധിയിലാക്കിയ ഒരു വശത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ UPയുടെ മണ്ണിലുണ്ടായിരിക്കുന്ന നേരത്തെ കഴിഞ്ഞ 2014-ലും 2019-ലും BJP പരീക്ഷിച്ച് വിജയിപ്പിച്ച ഹിന്ദു ഏകോപനം, അത് പൂർണ്ണ തോതിൽ നടപ്പാക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു സാഹചര്യം ഇത്തവണ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അത് ജാതി സംവരണം പോലെയുള്ള അല്ലെങ്കിൽ BJPയിലുണ്ടായ, മോദി സർക്കാരിലുണ്ടായ ഭയപ്പാട്, ആ ഭയപ്പാടാണ് പ്രധാന പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ മായാവതി, മായാവതിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലായിട്ട് BJPയെ സഹായിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തവണ ആ കോമ്പിനേഷനിൽ നിന്ന് BSPയുടെ വോട്ട് ബാങ്ക്, പ്രധാനമായിട്ടും ജാട്ടവ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ബാങ്ക് ഇത്തവണ
സമാജ്വാദി പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് അവർ നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിലേക്ക് കൂടുതലായി ഒഴുകിയെത്തി എന്നുള്ളതാണ് ഈ യു പിയിലെ ഫലത്തിൽ വന്നിരിക്കുന്ന മാറ്റം. അത് ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പി സൃഷ്ടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിയുടെ ഈ സൃഷ്ടിച്ച ആ വർഗീയ ധ്രുവീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും മാറിയുള്ള ഒരു രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. എന്ന് കരുതി ബി ജെ പി സൃഷ്ടിച്ച വർഗീയ ധ്രുവീകരണത്തിൻ്റെ അലയൊലികൾ പൂർണ്ണമായി അടങ്ങിയെന്നോ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഇന്ത്യ സഖ്യം എല്ലാം ഈ ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ ബി ജെ പിയെ തള്ളി ഇന്ത്യ സഖ്യം മുന്നോട്ട് വരുന്നു അതിശക്തമായി എന്നൊന്നും വിലയിരുത്താനുള്ള ഒരു സമയമായിട്ടില്ല. ഇനിയും നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയും. ശ്രീ യുവരാജ് ഗോകുൽ, താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു സാങ്കേതിക പ്രശ്നമാണ്. ശ്രീ യുവരാജ് ഗോകുൽ, ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനമന്ത്രിയും ഇന്നേ വരെ പറയാത്ത രീതിയിൽ മോദി ഗ്യാരണ്ടി എന്ന ഒരു ഇലക്ഷൻ പ്രചരണ പ്രസംഗത്തിൽ 16 തവണ പറഞ്ഞുകൊണ്ടിരുന്ന മോദിക്ക് NDA സർക്കാർ എന്നും NDA ഗ്യാരണ്ടി എന്നും പറയേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചാണ് ശ്രീ യുവരാജ് ഗോകുൽ. അശ്മി, മോദി സർക്കാർ മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞതിനകത്ത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് 240 സീറ്റുകൾ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിനിടയിൽ ഒരു പാർട്ടിക്കും ഇതുവരെയും, അതായത് BJP ഇതരമായ ഒരു പാർട്ടിക്കും 240 എന്ന് പറയുന്ന ഒരു സംഖ്യ തൊടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി സർക്കാർ രാജ്യം ഭരിച്ചിട്ടും 3ാമത്തെ തവണ മാൻഡേറ്റിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് പോവുകയും പ്രചരണം നടത്തുകയും എല്ലാം കഴിയുകയും ഈ രാജ്യത്തെ ഏതാണ്ട് 32 പാർട്ടികൾ ഒരുമിച്ച് നിന്ന് നരേന്ദ്രമോദിജി എതിർക്കുകയും എല്ലാം കഴിഞ്ഞിട്ടും രണ്ടാമത് വരുന്ന ഒരു പാർട്ടിക്ക് 3 അക്കം പോലും തൊടാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന മുദ്രാവാക്യത്തിനെ ജനങ്ങളെ മുദ്രാവാക്യം ഇന്ന് ആവർത്തിക്കാൻ ധൈര്യം കിട്ടുന്നില്ല മോദിക്ക്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന അതിന് ജനം തന്ന മാൻഡേറ്റ് ആണെങ്കിൽ അത് ഇന്നും പറയണ്ടേ? പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ലോക്സഭയിൽ പറയണ്ടേ? മോദി ഗ്യാരണ്ടി പറയണ്ടേ? ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അബ്കി ബാർ മോദി സർക്കാർ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്നിട്ട് അബ്കി ബാർ മോദി സർക്കാർ എന്ന് പറയേണ്ടുന്ന കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതൊക്കെ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അദ്ദേഹം ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും മോദി ഗ്യാരണ്ടി ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട്, തമിഴ്നാട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഒറീസയിൽ പറഞ്ഞിട്ടുണ്ട്, മധ്യപ്രദേശിൽ പറഞ്ഞിട്ടുണ്ട്, രാജസ്ഥാനിൽ പറഞ്ഞിട്ടുണ്ട്, UP-യിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും രണ്ടാം ഘട്ടമായപ്പോഴേക്കും പിന്നെ മുസ്ലിം വിദ്വേഷത്തിന്റെ കൂടിയ നറേറ്റീവ് മാറിയല്ലോ. തീർച്ചയായിട്ടും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 7 ഫേസിൽ വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. 7 ഫേസിൽ വരുന്ന തെരഞ്ഞെടുപ്പിനനുസരിച്ചിട്ട് അതിൻ്റെതായ ക്യാമ്പയിനിൽ അദ്ദേഹത്തിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ NDA എന്ന് അദ്ദേഹം ആദ്യമായിട്ടാണ് പറയുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ചോദിച്ചത് NDA എന്ന് പറയേണ്ടി വരുന്ന ഗതികേടല്ലേ എന്നാണ്. എന്ത് ഗതികേടാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിന് നിങ്ങളെന്തോ ഒരു പുതിയ തരം നറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. INDA എന്നൊന്നും അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, NDA എന്ന് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഉണ്ടാക്കിയ മുന്നണിയല്ലേ, BJP ഉണ്ടാക്കിയ മുന്നണിയല്ലേ. എപ്പോഴാണ് നിങ്ങൾ ഓർക്കുന്നത് 98-ൽ വാജ്പേയി, ജോർജ് ഫെർണാണ്ടസ്, ജയലളിത ഒക്കെ ചേർന്ന് രൂപം കൊടുത്ത NDA സഖ്യത്തിന് ഈ 2023-ൽ 25 വർഷം പൂർത്തിയായി. 1/4 നൂറ്റാണ്ട് കാലം. ഏതെങ്കിലും ആഘോഷ പരിപാടിയോ കമമറേഷനോ BJPയുടെ നേതൃത്വത്തിൽ NDAയുടെ നേതൃത്വത്തിൽ എവിടെയെങ്കിലും കണ്ടോ അങ്ങ്? ആ വർഷം പക്ഷേ മോദി സർക്കാർ 9 വർഷങ്ങൾ ആഘോഷമാക്കി. ഹാഷ്മി, നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങളൊരു ജേർണലിസ്റ്റ് അല്ലേ? താങ്കൾ ഇതുവരെ കണ്ടിട്ടില്ല ഹാഷ്മി? ഇവിടെ ഉള്ള തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന നമ്മുടെ BDJSന്റെ നമുക്ക് 25 വർഷം പൂർത്തിയാക്കിയ NDAയുടെ 1/4 നൂറ്റാണ്ട് കാലം പൂർത്തിയാക്കിയ NDA സഖ്യത്തിന്റെ ആഘോഷ പരിപാടി BJP നടത്താൻ കാണിച്ചു തരാമോ? ഇതെന്ത് വാർഷിക പരിപാടി നടത്തുന്നത്? ഇവിടെ UDF 25-ാം വർഷം നടത്തുന്നുണ്ടോ? 50 വർഷം നടത്തുന്നുണ്ടോ? 75-ാം വർഷം നടത്തുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഏത് മുന്നണിയാണ് ഇങ്ങനെ ഇത് നടത്തുന്നത്? ആരെങ്കിലും ഓർത്തു പറഞ്ഞത് കാണിച്ചു തരാമോ? അല്ല, മോദി പറഞ്ഞത് കാണിച്ചു തരാമോ? ഏതെങ്കിലും BJP പറഞ്ഞത് കാണിച്ചു തരാമോ? NDA സർക്കാരിന് മോദി എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ശ്രീ ഇതൊക്കെ എന്ത് തരം നറേറ്റീവാണ്? ഇതൊക്കെ എന്ത് തരം നറേറ്റീവാണ് ഹാഷ്മി? ഈ UP ഉണ്ടാക്കിയതിന്റെ 10-ാം വർഷം ആഘോഷിച്ച് എനിക്കൊന്ന് കാണിച്ചു തരാമോ? UDF ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ 10-ാം വർഷം 30-ാം വർഷം എനിക്കൊന്ന് കാണിച്ചു തരാമോ? LDF-ന്റെ 50-ാം വർഷം എനിക്കൊന്ന് കാണിച്ചു തരാമോ? സംവിധാനം എന്ന് പറഞ്ഞാൽ 25 വർഷം 1/4 നൂറ്റാണ്ടാണ്. അതെ, ഞാൻ ചോദിക്കട്ടെ, 1/4 നൂറ്റാണ്ടിന്റെ ഒരു സ്മരണ, ഒരു ഓർമ്മ മോദി എവിടെയെങ്കിലും പറഞ്ഞോ? 1/2 ആഘോഷം എനിക്കൊന്ന് കാണിച്ചു തരാമോ? 2014-19 NDA സർക്കാർ തന്നെ ആയിരുന്നില്ലേ? കാണിച്ചു തരാമോ? LDF-ന്റെ 1/4 നൂറ്റാണ്ട് ആഘോഷം എനിക്കൊന്ന് കാണിച്ചു തരാം. ശിവരാജ് ഗോകുൽ, അല്ല ഈ മാറ്റം ഞാൻ പറയുകയാണ്. 2014-ലും 19-ലും NDA സർക്കാർ തന്നെ ആയിരുന്നില്ലേ? 2014-ലും 19-ലും NDA സർക്കാർ തന്നെ ആയിരുന്നില്ലേ? ഓരോ വർഷവും പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിലെ മോദിയുടെ വിക്ടറി സ്പീച്ച് നോക്കൂ. അന്നൊക്കെ പിന്നിലുണ്ട് മോദിയും അമിത്ഷായും BJPയും താമരയും. ഇക്കുറി നോക്കൂ, ധന്യവാദ് ഭാരത്, മോദിയും ഇല്ല, ഷായും ഇല്ല. സാർ, മാറ്റം നിങ്ങൾ മനസ്സിലാക്കൂ. ഞാൻ സംസാരിച്ചോട്ടെ
ഹാഷ്മി, ഇന്ത്യയിൽ ഏത് മുന്നണിയാണ് ഈ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത് പോലെ 25-ാം വർഷം 50-ാം വർഷമൊക്കെ ആഘോഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ LDFന്റെ ഒരു 1/4 നൂറ്റാണ്ട് ആഘോഷം കണ്ടിട്ടില്ല, 1/2 നൂറ്റാണ്ട് ആഘോഷം കണ്ടിട്ടില്ല. UDFന്റെ 1/4 നൂറ്റാണ്ടോ 1/2 നൂറ്റാണ്ടോ ഞാൻ കണ്ടിട്ടില്ല. UPA ഇവര് 1998-99 തൊട്ട് തന്നെ UPA എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. 1/4 നൂറ്റാണ്ട് എന്തുകൊണ്ടില്ല? നന്ദിപൂർവ്വം സ്മരിക്കുന്ന ഒരു വാക്ക് അങ്ങക്ക് എവിടെയെങ്കിലും കാണിച്ചില്ല? ഈ NDA സർക്കാർ 25 വർഷങ്ങൾ അതൊരു ചരിത്രപരമായ വർഷമായിരുന്നു എന്ന് ഏതെങ്കിലും ഒരു BJP നേതാവ് അക്കാലങ്ങൾ പറഞ്ഞൊന്ന് കാണിച്ചു തരാമോ? സർ, മൈൻഡ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ഓർത്തിട്ട് പോലും ഇല്ല. ഞാൻ അതാണ് ഹാഷ്മി ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യയിൽ ഏത് മുന്നണിയാണ് ഈ പറയുന്ന വാർഷിക വെഡിങ് ആനിവേഴ്സറി പോലെ ആഘോഷിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഒന്നും പറയാൻ കിട്ടാത്തപ്പോൾ നിങ്ങൾ പുതിയൊരു കഥ ഉണ്ടാക്കിയിട്ട് വരികയാണ്. എന്താണ് ഒരുമാതിരി ഭാര്യ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ ബർത്ത്ഡേ ഓർത്ത് വെച്ച് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു പൈങ്കിളി നറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതുവരെയും ഇന്ന് പാർലമെന്ററി ബോർഡ് യോഗത്തിൽ അങ്ങനെയാണെങ്കിൽ 2018 മുതലുള്ള അല്ലെങ്കിൽ 98 മുതലുള്ള നിങ്ങളുടെ സഖ്യ സർക്കാരിന്റെ ഗുണഗണങ്ങൾ പറയേണ്ടതില്ലല്ലോ മോദി? ഇപ്പൊ സഖ്യ സർക്കാരുകളെ കുറിച്ച് നല്ല അറിവുള്ള, അതിനെക്കുറിച്ച് നന്നായി പറയാൻ കഴിയുന്ന, ഫെർണാണ്ടസിനെ ഓർക്കുന്ന, വാജ്പേയി ഓർക്കുന്ന മര്യാദാരാമനായി മാറി മോദി. എന്തുകൊണ്ടാണ്? BJPക്ക് കേവല ഭൂരിപക്ഷമില്ല. മോദിജിക്ക് എല്ലാ കാലത്തും ജോർജ് ഫെർണാണ്ടസിനെ ഓർമ്മയുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. വാജ്പേയിയെ കുറിച്ചിട്ട് ഓർമ്മയുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. LK അദ്വാനിയെ ഓർമ്മയുണ്ട്, LK അദ്വാനിക്ക് ഭാരതരത്ന കൊടുത്തിരുന്നു. എല്ലാം വളരെ വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ ചോദിച്ചതിന് താങ്കളും കൂടെ ഉത്തരം പറയുക. 98-99 ഈ പറയുന്ന UPA ഉണ്ടാകുന്നത്. അത് അതിന്റെ 1/4 നൂറ്റാണ്ട് ആഘോഷിച്ചായിരുന്നു. അതിന്റെ 1/4 നൂറ്റാണ്ട് കാലം അതിന്റെ നേതാക്കൾ അതിനെപ്പറ്റി അനുസ്മരിക്കുന്ന ഒരുപിടി പ്രസ്ഥാനങ്ങൾ കാണിച്ചു തരട്ടെ. അതിന്റെ ഒരു സെലിബ്രേഷൻ എനിക്ക് കാണിച്ചു തരാം. UPAയുടെ UDFന്റെ LDFന്റെ വാർഷികങ്ങളിൽ അതിന്റെ നേതാക്കൾ അതിനെപ്പറ്റി എന്താണ് നന്ദിപൂർവ്വം സ്മരിക്കുന്ന ഒരുപിടി പ്രസ്താവന ഞാൻ കാണിച്ചു തരട്ടെ. യുവരാജ് ഗോകുലെ, ആഘോഷമല്ല, ആഘോഷം ഒരു ഒറ്റ പ്രസ്താവന നിങ്ങളുടെ BJP പറഞ്ഞിട്ടുണ്ടോ? സർ, വാജ്പേയി പോലെ ജോർജ് ഫെർണാണ്ടസ് പോലെ നിങ്ങളുടെ തലമുതിർന്ന നേതാക്കൾ സ്ഥാപിച്ച ഒരു സംവിധാനത്തിന്റെ ഈ 1/4 നൂറ്റാണ്ട് പൂർത്തിയാകുമ്പോൾ ഒരു വാക്ക് NDA എന്നൊരു സംവിധാനം നമ്മളൊന്ന് സ്ഥാപിച്ചു എന്ന് പറഞ്ഞ് അങ്ങ് കാണിച്ചു തരാം യുവരാജ് ഗോകുൽ? അല്ല, എനിക്കത് മനസ്സിലാവില്ല. മനസ്സിലാവില്ല, ഇപ്പോഴേ മനസ്സിലാവുള്ളൂ. ഞാൻ കണ്ടിട്ടില്ല. എക്സാക്ട്ലി. ശരി, അത് ഇപ്പൊ മനസ്സിലാവും. ഇനി ആഘോഷിക്കും. അല്ല, ഞാൻ പറഞ്ഞു ഇനി ആഘോഷിക്കും. എക്സാക്ട്ലി സർ, ഇനി അത് ആഘോഷിക്കും. ഇനി അതിനെ കുറിച്ച് പറയും. ഇനി നിങ്ങളുടെ പൂർവ്വകാല NDA നേതാക്കളെ അനുസ്മരിക്കും. ഓക്കെ, അത് വിട്ടേക്കും. ഓക്കെ, ആഷ്മി, നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ മുന്നണി നല്ല ഭംഗിയായിട്ട് 8 നിലയിൽ ഇന്ത്യയിൽ പൊട്ടി. അതിന്റെ ഒരു വിഷമം നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നന്നായിട്ട്. എന്റെ യുവരാജെ, നമ്മൾ ഏറ്റവും ഒടുവിലിരുന്ന ചർച്ചയിൽ പോലും താങ്കൾ വെല്ലുവിളിക്കുകയായിരുന്നു 400 പാറിന്റെ കാര്യത്തിൽ. ഓർമ്മയുണ്ടോ? നമ്മൾ ഏറ്റവും ഒടുവിലിരുന്ന ചർച്ചയിൽ പോലും താങ്കൾ ഏതൊക്കെയോ ഇലക്ഷൻ നിരീക്ഷകരെ വിളിച്ചു, താങ്കൾ ഏതൊക്കെയോ സെഫോളജിസ്റ്റുകളെ വിളിച്ചു. ഉറപ്പുണ്ട് 400 പാർ താങ്കൾ പറഞ്ഞതാണ്. എന്നിട്ടിപ്പോ എന്നിട്ട് വിഷമം എനിക്കാണോ? സത്യപ്രതിജ്ഞയും ചെയ്യാൻ പോകുന്നുണ്ട്. നല്ല വിഷമം ഉണ്ടാവും. നന്നായിട്ട് കരയുക. ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. ഇത് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് ആരാ കാര്യം. ഓക്കെ, പോട്ടെ, വിട്ടേക്കും. ശ്രീം ലിജു, ഇന്നിപ്പോ പാർലമെന്റിലേക്ക് വരുന്നു, ഭരണഘടന എടുക്കുന്നു, പാർലമെന്റിൽ ആ ഭരണഘടനയിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ആ ഭരണഘടനയ്ക്ക് വേണ്ടി ജീവിച്ച ആളാണ് ഞാനെന്ന് പറയുന്നു. ഭരണഘടനയ്ക്ക് വേണ്ടി എൻ്റെ ജീവൻ കടപ്പെട്ടതാണെന്ന് പറയുന്നു. അപ്പോൾ അത്രത്തോളം ഭരണഘടനാ സ്നേഹിയായ ഒരു മനുഷ്യനെ കുറിച്ചാണോ നിങ്ങൾ 400 പാർ കിട്ടിയാൽ ഭരണഘടന തിരുത്താൻ പോകുന്ന ആൾ എന്ന് ആക്ഷേപിച്ചത്? ശരിയാണോ ശ്രീം ലിജു? നരേന്ദ്രമോദിയുടെ ഇത്തരം നിരവധി നാടകങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. രാജ്യത്ത് അദ്ദേഹം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള നിരവധി കാര്യങ്ങൾ. സബ്കെ സാത്ത് സബ്കെ വികാസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മുദ്രാവാക്യം, അല്ലെങ്കിൽ BJPയുടെ മുദ്രാവാക്യം. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എന്തായിരുന്നു? തിരഞ്ഞെടുപ്പ് സമയത്ത് അതിരൂക്ഷമായ ന്യൂനപക്ഷ വിദ്വേഷം, പ്രത്യേകിച്ച് മുസ്ലിം വിദ്വേഷമാണ് അദ്ദേഹം പ്രസംഗിച്ചിരുന്നത്. ഇപ്പം നമുക്കറിയാം, ഡോക്ടർ മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗം 2006 ദേശീയ വികസന കൗൺസിലിൽ അദ്ദേഹം ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, അതായത് ഒരു നീതിപൂർവമായ വിതരണം, സ്വത്തിൻ്റെ അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ, രാജ്യത്തിൻ്റെ റിസോഴ്സസിൻ്റെ നീതിപൂർവമായ വിതരണത്തെക്കുറിച്ച് സംസാരിച്ചു. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ദളിത് വിഭാഗങ്ങളെക്കുറിച്ചും ന്യൂനപക്ഷങ്ങളെക്കുറിച്ചും സംസാരിച്ചു. അതിൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം ജനവിഭാഗങ്ങളെക്കുറിച്ച് സംസാരിച്ചു. സബ്കെ സാത്ത് സബ്കെ വികാസ് എന്ന് പറഞ്ഞ ഈ പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് നടത്തിയ പ്രസംഗം എന്താ? കോൺഗ്രസ് പാർട്ടിയും ഡോക്ടർ മൻമോഹൻ സിംഗും
രാജ്യത്തിൻ്റെ സ്വത്തുക്കളെല്ലാം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നതാണ് വ്യാഖ്യാനിച്ചത്. അപ്പം നരേന്ദ്രമോദിക്ക് ഇത്തരം അതിവൈകാരികമായ നാടകീയ മുഹൂർത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പുത്തിരിയല്ല. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇത്തരം വാക്കുമാറ്റങ്ങളും പുത്തിരിയല്ല. അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും ഇത്തരം അതിവൈകാരികവും അതിനാടകീയവുമായ ദൃശ്യങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരു തിയേറ്റർ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് എന്നതിനപ്പുറത്ത് നമ്മളതിനെ കാണേണ്ടതില്ല. പിന്നെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും BJPക്ക് വൻ വിജയം എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 303 സീറ്റുണ്ടായിരുന്നൊരു പാർട്ടിയാണ്. 303 സീറ്റുണ്ടായ പാർട്ടിക്ക് ഇപ്പോൾ 240 ഉള്ളൂ. 400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ച് ഇന്ന് 300 കടക്കാൻ തന്നെ ഘടകകക്ഷികളുടെ സഹായം വേണം. പിന്നെ BJP നേതാക്കന്മാർക്ക് അങ്ങനെയല്ലാതെ എങ്ങനെ പറയാൻ സാധിക്കും? 400 സീറ്റ് കിട്ടും എന്ന് പറയുന്നവർ അത്രയും സീറ്റ് കിട്ടുമെന്ന് എക്സിറ്റ് പോൾ റിസൾട്ടുകൾ അക്ഷരം പ്രതി ശരിയാകുമെന്ന് നമ്മുടെ മാധ്യമങ്ങളിലാകമാനം വെല്ലുവിളി നടത്തിയവർ, അതിനുശേഷവും നിങ്ങൾ കണ്ടുകൊള്ളൂ, നിങ്ങളൊന്നും ഇവിടെ ഒന്നുമില്ല, ഇന്ത്യയിൽ ഈ രാജ്യത്ത് മറ്റെല്ലാ പാർട്ടികളും അവസാനിച്ചു എന്ന് വലിയ വാചാടോപം നടത്തിയവർ, സ്വാഭാവികമായിട്ട് ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ എക്സിറ്റ് പോൾ മാറി എക്സാക്ട് പോൾ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് തിരിച്ചടി കിട്ടി. പക്ഷേ ഇപ്പോഴും ആ പറഞ്ഞ വാക്കിന്മേൽ ന്യായീകരിക്കാനും ഇപ്പോഴും ഞങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയെന്ന് പറയേണ്ട ഉത്തരവാദിത്വം മാർക്കുള്ളതുകൊണ്ട് അവർ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അറിയാം ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ ചൈതന്യം വീണ്ടെടുത്തിരിക്കുന്നു. ഏകപക്ഷീയമായ പ്രവർത്തനങ്ങൾ ഇനി ഈ രാജ്യത്ത് നടപ്പിലാവില്ല. നടപ്പിലാക്കാൻ ജനം അനുവദിച്ചില്ല എന്നതാണ് സത്യം. ഈ രാജ്യത്തെ വർഗീയമായി വിഭജിക്കാൻ ശ്രമിച്ചവർക്ക് ശ്രീരാമചന്ദ്രനാണ് തിരിച്ചടി നൽകി. ഫൈസാബാദിൽ ശ്രീരാമക്ഷേത്രം നിലനിൽക്കുന്ന പ്രദേശത്ത് BJP സ്ഥാനാർത്ഥിയെ താമര ചിഹ്നത്തിൽ മത്സരിച്ച പ്രാണപ്രതിഷ്ഠ നടത്തിയ പ്രധാനമന്ത്രിയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയതിലൂടെ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ആർക്കൊപ്പമാണെന്ന് കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ശരി, ഞാനങ്ങനെ അമീൻ ഹസൻ, ഇവിടെ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തൊട്ട് മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസ്താവനകൾ ഊന്നിയാണ് നരേന്ദ്രമോദിയുടെ പ്രചരണങ്ങൾ നമ്മൾ കണ്ടതാണ്. വീണ്ടും താലിമാല പോലെയുള്ള വീണ്ടും ഓരോന്നും ഇവിടെ ആവർത്തിക്കാത്തത് അതൊന്നും ആവർത്തിക്കാൻ കൊള്ളാത്ത വാക്കുകളായതുകൊണ്ടാണ്. ഇവിടെ നിതീഷ് ആകട്ടെ ചന്ദ്രബാബു നായിഡു ആകട്ടെ BJP തന്നെ പലയാവർത്തി കോൺഗ്രസിനെതിരെ ആരോപിക്കുന്ന മുസ്ലിം പ്രീണനം മെയിൻ അജണ്ടയാക്കിയവരാണ്. അവരുടെ പിന്തുണ തേടേണ്ടി വരുന്നത് ഒരു സഖ്യ സർക്കാർ എന്ന ലക്ഷ്യത്തിന് മുന്നിൽ ഒരു ഗതികേട് അല്ല എന്ന് പറയാവോ ശ്രീ അമീൻ ഹസൻ? ലക്ഷ്മി, എനിക്ക് തോന്നുന്നത് ഒരു ഇന്ത്യയിലൊരു പൗരൻ എന്ന നിലക്ക് ഭരണഘടന വലിയ താല്പര്യത്തോടെ വായിക്കാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്കൊക്കെ വളരെയധികം ഒരു ആശ്വാസം തോന്നുന്ന, നമുക്കൊരു വലിയ ഒരു ബുദ്ധിമുട്ട് മനസ്സിൽ നിന്നിങ്ങനെ പാറിപ്പോയതുപോലെ ഒരു ആശ്വാസം തോന്നുന്ന ഒരു മൊമെൻ്റാണ് ഇപ്പോഴുള്ളത് എന്നാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര സ്വസ്ഥമായി സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ, ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇത് എൻ്റെ മാത്രം അനുഭവമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ രാജ്യത്ത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഇവിടെ ജീവിക്കാൻ സാധ്യമാകും, ഇവിടെ പോരാട്ടം സാധ്യമാണ് എന്ന പ്രതീക്ഷ നൽകിയ, വലിയ ആശ്വാസം നൽകിയ ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് മാത്രമല്ല JDUവിനെ പോലെ, JDSനെ പോലെ, BSPയെ പോലെ, TDPയെ പോലുള്ള സോകോൾഡ് സെക്യുലർ എന്ന് നമ്മൾ വിളിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ BJP വലിയ രീതിയിൽ പരാജയം നേരിടുമായിരുന്ന ഇത്തരം കക്ഷികളുടെ, TDPയും JDUവും അടക്കമുള്ള കക്ഷികളുടെ ജനപിന്തുണയുടെ ബലത്തിൽ കൂടിയാണ് ഇപ്പോൾ അവർ പിന്തുണയിൽ NDA മാത്രമല്ല ഞാൻ പറയുന്നത്, BJPയുടെ സീറ്റുകളിൽ പോലും ഈ മുന്നണിയുടെ സഹായം കൂടി ഇല്ലായിരുന്നുവെങ്കിൽ വലിയ രീതിയിൽ BJP പരാജയപ്പെടുമായിരുന്നു എന്ന് നമുക്കറിയാം. ഞാൻ യുവരാജ് ഗോകുലിനോട് ഒരൊറ്റ ചോദ്യം, അദ്ദേഹത്തിൻ്റെ അവസരത്തിൽ മറുപടി പറഞ്ഞാൽ മതി. വളരെ സ്ട്രൈറ്റായി അദ്ദേഹം ഈ നമ്മുടെ ഗതികേടിനെ കുറിച്ചൊക്കെ പറയുന്നത് കൊണ്ടുള്ള വളരെ സ്ട്രൈറ്റായ ചോദ്യമാണ്. ഒരു പ്രസ്താവന ഞാൻ വായിക്കാം യുവരാജ്, ഇതിനൊരു താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. BJP എതിർത്താലും മുസ്ലിങ്ങൾക്ക് നൽകുന്ന സംവരണം ആന്ധ്രാപ്രദേശിൽ തുടരുമെന്ന് നാരാ ലോകേഷ്. മുസ്ലിം സംവരണത്തെ എതിർക്കുന്ന നിലപാടാണ് BJPയുടെ. എന്നാൽ അതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം. സംസ്ഥാനത്ത് മുസ്ലിങ്ങൾക്കുള്ള സംവരണം കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി തുടരുന്നുണ്ട്. അതിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനൊപ്പം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതിലാണ് പാർട്ടിയുടെ ശ്രദ്ധ. സംവരണം പ്രീണനത്തിനല്ല. സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ന്യൂനപക്ഷത്തിന് സാമൂഹ്യ നീതി ലഭ്യമാക്കുക എന്നതാണ് സംവരണം കൊണ്ട് പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ ദുരിതം അനുഭവിക്കുന്നു എന്നതും ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനം അവർക്കാണെന്നതും ഒരു വസ്തുതയാണ്. ഒരു ജനാധിപത്യ ഭരണകൂടം എന്ന നിലയിൽ അവരെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനാൽ ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും പ്രീണനത്തിനല്ല, അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ് ലക്ഷ്യം. നമ്മുടെ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ
ആരെയും പിന്നിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാനാവില്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരുമിച്ച് കൊണ്ടുപോവുക എന്നതാണ് TDPയുടെ നയം. ഇത് ഡോക്ടർ മൻമോഹൻ സിംഗ് 2009 നടത്തിയ പ്രസ്താവനയല്ല യുവരാജ്. ഇത് ഇന്ന് ചന്ദ്രബാബു മകൻ, നാരാ അല്ലേ? ലോകേഷ് എന്ന് പറയുന്ന TDPയുടെ അധ്യക്ഷന്റെ മകൻ നടത്തിയ പ്രസ്താവനയാണ്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് ഇനി എന്ത് അലയൻസ് ആണ് NDA മുന്നണി എന്ന് പറഞ്ഞാൽ? അഷ്മി ഇതിന്റെ സുരേഷ് കുമാർ അവിടെ അമീൻ ഹസൻ പറഞ്ഞോട് ചേർന്ന് ഏതോ അവധി വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞത് ഈ 2022 കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് കിഷോർ അന്ന് നിതീഷ് കുമാറിനെ വിളിക്കുന്നത് മുഹമ്മദ് നിതീഷ് കുമാർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഹൈന്ദവ മതവിഭാഗങ്ങൾ എന്തോ അവധി വെട്ടിക്കുറച്ചു എന്നുള്ളതാണ് അന്നത്തെ മഹാഗഠബന്ധൻ സർക്കാരിന് എതിരെ BJP കണ്ട കുറ്റം. അന്നത്തെ BJP ബീഹാർ സംസ്ഥാന വക്താവ് നിഖിലാനന്ദ് പറയുന്നത് നിതീഷ് കുമാറിന് അത്ര മുസ്ലിം സ്നേഹമാണെങ്കിൽ പാകിസ്ഥാനിലേക്ക് പൊക്കോ എന്ന് വിസയടിച്ചു കൊടുത്തതാണ്. ചന്ദ്രബാബു നായിഡു ഏത് ഇന്ത്യയിലാണെങ്കിലും ആന്ധ്രയിൽ മുസ്ലിങ്ങൾക്ക് പ്രഖ്യാപിച്ച 4% സംവരണത്തിൽ പിന്നോട്ടില്ലെന്ന് പറയുകയാണ്. അതുമാത്രമാണോ? ഹജ്ജ് തീർത്ഥാടനത്തിന് മക്കയിലേക്ക് പോകുന്ന ഇസ്ലാം മത വിശ്വാസിക്ക് 1 ലക്ഷം രൂപ കൊടുക്കുമെന്നാണ് ചന്ദ്രബാബു നായിഡുവിന്റെ പ്രഖ്യാപനം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഈ സഖ്യം ഞാൻ ദോഷേകൃതർക്കാവുന്നതല്ല. അങ്ങനെ മുസ്ലിം വോട്ട് ബാങ്കിനെ കൃത്യമായി കൂടെ നിർത്താൻ ശ്രമിക്കുന്ന നായിഡുവും നിതീഷ് കുമാറും ഈ BJPയുടെ കൂടെ ചേരും. മാത്രമല്ല ഈ പ്രചരണകാലത്തുടനീളം കൊടിയ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളിലൂടെ ഈ പറഞ്ഞ സീറ്റുകൾ പിടിച്ച മോദിയുമായി ചേർന്ന് പോകുന്ന എങ്ങനെ കരുതാനാണ് സുരേഷ് കുമാർ? അതാണ് തീർച്ചയായിട്ടും ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ എത്രത്തോളം ഈ അലയൻസ് ഈ സഖ്യത്തിന് മാനസികമായ പൊരുത്തമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഈ 2 തരം പ്രശ്നങ്ങളുണ്ട്. ഒന്ന് മോദിയുടെ ശൈലി, 2 മോഡിയുടെ പരിമിതി. മോഡിയുടെ പരിമിതി എന്ന് പറയുന്നത് ഈ സഖ്യകക്ഷി രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനുള്ള വശമില്ലായ്മയാണ്. പക്ഷേ സ്വന്തം അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ശൈലി അതേപടി മുന്നോട്ട് തുടരാനുള്ള ഒരു ശ്രമം മോഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ഒരു എലാസ്തികതയില്ലാത്ത ഒരു സഖ്യമായി ഇത് മാറും ഏറെ വൈകാതെ എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. കാരണം മുസ്ലിങ്ങളെ ബഹിഷ്കരിച്ച് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ തിരസ്കരിച്ച് മുന്നോട്ട് പോവുക, പുറന്തള്ളി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു സമീപനമാണ് കഴിഞ്ഞ 10 വർഷമായി മോദി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ മുസ്ലിം സംവരണം എടുത്തു കളയുമെന്നാണ് പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് നേരത്തെ സംസാരിച്ച അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ ജാതി സെൻസസിൻ്റെ കാര്യം വന്നാൽ, അല്ലെങ്കിൽ പിന്നെ ഈ സംവരണത്തിൻ്റെ കാര്യം വന്നാൽ, ഇത്തരം വിഷയങ്ങളിൽ ഒരിക്കലും തമ്മിൽ ചേരാത്ത ഒരു സാഹചര്യം ഇവർക്ക് മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെ ഇത് മുന്നോട്ട് പോകുന്ന ഈ സഖ്യകക്ഷി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഈ ഓരോ മനുഷ്യർക്കും, എനിക്കും ഹാഷ്മിക്കും ഒക്കെ ഒരു ജനിതക സ്വഭാവമുണ്ട്. ആ ജനിതക സ്വഭാവത്തിൽ നിന്ന് എത്രത്തോളം മാറ്റം വരുത്താൻ കഴിയും? നരേന്ദ്രമോദിയുടെ ജനിതക സ്വഭാവം നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ പബ്ലിക് ലൈഫിൽ ഉടനീളം കണ്ടതാണ്. ആ ജനിതക സ്വഭാവത്തിൽ ചില നീക്കുപോക്കുകൾ ഭരണത്തിന് വേണ്ടി ചെയ്യുന്നു. ഇപ്പോൾ പറയുന്നത് പോലെ പിന്നെ സഖ്യകക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ചും ചർച്ചയെക്കുറിച്ചും സമവായത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന നരേന്ദ്രമോദി കഴിഞ്ഞ ഇക്കാലം അത്രയും സഖ്യകക്ഷികളെ എങ്ങനെയാണ് കരുതിയിരുന്നത്? കറിവേപ്പില പോലെ. ചന്ദ്രബാബു നായിഡു എങ്ങനെയാണ് ഈ നേരത്തെ NDA സഖ്യത്തിൽ നിന്ന് പുറത്തു പോയത്? നിതീഷ് കുമാർ കഴിഞ്ഞ സത്യപ്രതിജ്ഞയുടെ സമയത്ത് പിന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്താതെ മന്ത്രിമാരെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു പോയ ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തമ്മിൽ ചേരാത്ത ഒരു അലയൻസ് ആണ് ഇപ്പോൾ രൂപപ്പെട്ട് ഇരിക്കുന്നത്. അതേസമയം ഇവർക്കെല്ലാം മുന്നോട്ട് പോവുക, സംസ്ഥാന രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിച്ച് ഒരു സമവായത്തിൻ്റെ വഴി കണ്ടെത്താൻ നിതീഷ് കുമാറും അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡും ശ്രമിക്കുന്നു. അതേസമയം അവർക്ക് അവരുടെ വോട്ട് ബാങ്കിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താതെ മുന്നോട്ട് പോകാം, മുസ്ലിങ്ങൾക്ക് സംവരണമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. അങ്ങനെ ശത്രുപക്ഷത്ത് മുസ്ലിങ്ങളെ നിർത്തുന്ന ഒരു രാഷ്ട്രീയമാണ് BJPയുടെയും നരേന്ദ്രമോദിയുടെയും. പക്ഷേ ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചാണെങ്കിലും ശരി, അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ സംബന്ധിച്ചാണെങ്കിലും ശരി, അവർക്ക് ഹിന്ദു വോട്ട് മാത്രം പോരാ. അവർക്ക് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് വേണം, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വേണം. ആ വോട്ട് മാറ്റി വെച്ചുകൊണ്ട് BJPയുടെ അജണ്ട നടപ്പാക്കാനായിട്ട് തീർച്ചയായിട്ടും അവർക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 4% സംവരണം
തുടരും എന്ന് ചന്ദ്രബാബു നായിഡു പറയുമ്പോൾ എടുത്തു കളയും എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുമായിട്ടുണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതിനെ ഇനിയും ഉള്ള ഈ മന്ത്രിസഭാ രൂപവൽക്കരണത്തിന്റെ ഈ ആർഭാടങ്ങൾക്ക് അപ്പുറത്ത് കാതലായ വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങൾ സർക്കാർ ഉണ്ടാക്കുന്ന കർഷണം ഭയങ്കരമായിരിക്കും. ശിവരാജ് ഗോകുൽ, എന്തായാലും ചാർസോപ്പാർ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അനന്ത്കുമാർ ഹെഗ്ഡെ ഒക്കെ പറയുന്നതിന് മുൻപ് ഈ ഭരണഘടനാ റിവ്യൂ എന്ന് പറയുന്ന നിങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ ചിരകാല സ്വപ്നം ഇക്കുറിയും എന്തായാലും നടക്കാൻ പോകുന്നില്ല. ഇനി മോദി ഭരണഘടന എത്ര തൊട്ട് താണ് വണങ്ങിയാലും. യുവരാജ് ഗോകുൽ, ഇവിടെ അമീൻ ഹസൻ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നതിന് മുമ്പേ തന്നെ ഈ ചന്ദ്രബാബു നായിഡു പറയുകയാണ് മുസ്ലിങ്ങൾക്ക് 4% സംവരണം ഏത് ഇന്ത്യയിലാണെങ്കിലും അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല, ഹജ്ജിന് പോകുന്നവർക്ക് 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ പ്രകടമായി. ഇപ്പോൾ ഹജ്ജിന് പോകുന്നവർക്ക് 1 ലക്ഷം കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വോട്ട് ബാങ്കായ മുസ്ലിങ്ങളെ കൂടെ നിർത്താനുള്ള പ്രകടമായി പ്രീണനം നടത്തുന്ന ചന്ദ്രബാബു നായിഡുവിനെ കൂട്ടി ഇത് നേരായ വഴിക്ക് പോകുന്നതാണോ യുവരാജ് ഗോകുൽ? ഞാൻ ഇതിലേക്ക് വരാം. ഹാഷ്മി, എനിക്ക് എല്ലാവർക്കും മറുപടി പറയണമല്ലോ. ഹാഷ്മി ഇടപെടരുത്, ഞാനൊന്ന് മറുപടി പറഞ്ഞിട്ട് അതിലേക്ക് വരാം. ഓക്കെ. ഒന്ന്, ശ്രീ ലിജു ഇവിടെ പറയുന്നുണ്ടായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ് പറഞ്ഞതിനെ ഞങ്ങൾ എന്തോ വളച്ചൊടിച്ചു എന്നുള്ള തലത്തിലാണ് അങ്ങ് പറഞ്ഞത്. ശ്രീ ലിജു, ഞാൻ അങ്ങയുടെ മുമ്പിൽ ഒരു കാര്യം പറയാം. അങ്ങ് വെറുതെ ഗൂഗിൾ എടുത്തിട്ട് മുസ്ലിംസ് മസ്റ്റ് ഹാവ് ഫസ്റ്റ് ക്ലെയിം ഓൺ റിസോഴ്സസ് എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങേക്ക് കുറച്ച് വാർത്തകൾ കിട്ടും. ആ വാർത്തയിൽ ഒന്നാമത് വരുന്നത് അറബ് ന്യൂസിൻ്റെ വാർത്തയാണ്. അതിനകത്ത് അവർ വളരെ വ്യക്തമായിട്ട്, ഇത് ഇപ്പോഴത്തെ വാർത്തയൊന്നുമല്ല, ഡിസംബർ 10, 2006 വാർത്തയാണ്, അല്ലാണ്ട് സംഘപരിവാർ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അല്ല. സി ന്യൂസിൻ്റെ വാർത്തയുണ്ട്, സെയിം ആണ് ഹെഡിങ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയുണ്ട്, സെയിം ആണ് ഹെഡിങ്. ഇതെല്ലാം ഡിസംബർ 9, ഡിസംബർ 8, ഡിസംബർ 10 തീയതികളിലായിട്ട് 2006 വന്നിരിക്കുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ എന്താണ് ഇത് ഒരു ക്യാമ്പയിൻ്റെ സമയത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തലത്തിൽ ഈ തരത്തിൽ മുസ്ലിം അപ്പീസ്മെൻറ്റ് നടത്തിയിട്ട് അവരുടെ വോട്ട് ബാങ്ക് നിങ്ങൾക്ക് അനുകൂലമാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവനകൾ എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് ഇതുപോലെയൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ പറഞ്ഞത് ഇതല്ല അതാണ് എന്ന് പറഞ്ഞ് തിരുത്തുന്ന സാഹചര്യം ഉണ്ടായത് അന്ന് BJP പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് അതിനെതിരെ ബഹളം ഉണ്ടാക്കിയപ്പോൾ മാത്രമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ ക്യാമ്പയിൻ്റെ നടുക്ക് ജാതിയും മതവും ഒന്നും പറയാതിരുന്ന ആൾക്കാരൊന്നും അല്ല. രാഹുൽ ഗാന്ധി കുറച്ച് ആൾക്കാരെ വളച്ചിരുത്തിയിട്ട് അവരുടെ നടുക്ക് കയറി ഇരുന്നിട്ട് നീറ്റ് എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് ഉയർന്ന ജാതിയിലുള്ള ആൾക്കാരായതുകൊണ്ടാണ് താഴെ ജാതിയിലുള്ള ആൾക്കാർക്ക് നീറ്റ് എക്സാം പാസ്സാകാതെ പോകുന്നത് എന്നുള്ള തലത്തിലൊക്കെ ക്യാമ്പയിനെ മറ്റൊരു തലത്തിലേക്ക് വളരെ ജാതീയമായി വിഭജിക്കുന്ന തലത്തിലേക്ക് ക്യാമ്പയിൻ കൊണ്ടുപോകുന്നത് കണ്ടു. മലയാള മാധ്യമങ്ങൾ ഒരു പരിധിക്കപ്പുറം അതൊന്നും വിഷയമാക്കാത്തത് കൊണ്ടും ചർച്ചയാക്കാത്തത് കൊണ്ടും കേരളത്തിൽ നിങ്ങൾ അത്തരം വിഷയങ്ങളിൽ രക്ഷപ്പെട്ടു പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ ആ വിഷയത്തിൽ രക്ഷപ്പെട്ടു. പക്ഷേ നിങ്ങളുടെ UDFന്റെ കേരളത്തിലെ വലിയ വിജയം ഉണ്ടായിരുന്നല്ലോ, 18 സീറ്റുകളിലുള്ള വലിയ വിജയം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സഖ്യകക്ഷിയായ CPMന്റെ നേതാവ് AK ബാലൻ വന്നിറങ്ങിയിട്ട് പറഞ്ഞത് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെ പോലുള്ള വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ച് വർഗീയത പറഞ്ഞാണ് ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത് ഞങ്ങളാരും അല്ല, നിങ്ങളുടെ ഇന്ത്യ മുന്നണിയിലുള്ള നിങ്ങളുടെ തന്നെ സഖ്യകക്ഷിയുടെ നേതാവാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കെതിരെ നിങ്ങളുടെ സഖ്യകക്ഷി തന്നെയാണ് കാഫിർ എന്ന് പറയുന്ന പ്രയോഗം നടത്തി ക്യാമ്പയിൻ നടത്തി വോട്ട് കാഫിറിനെതിരെ ചെയ്യണം, കാഫിറിനെ തോൽപ്പിക്കണം എന്നുള്ള തലത്തിൽ പ്രചരണം നടത്തി എന്ന് പറഞ്ഞു കൊണ്ടുവന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ പരിശുദ്ധമാന്മാരാണ് എന്നൊന്നും ഇവിടെ പറയരുത്. ഒരു ക്യാമ്പയിൻ്റെ നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല തരത്തിലുള്ള പ്രസ്താവനകളും വിഷയങ്ങളും ഒക്കെ ഉണ്ടാവും. അത് താങ്കൾ മനസ്സിലാക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ശ്രീ അമീൻ ഹസൻ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം, ഹാഷ്മി പറയുന്ന ഒരു വിഷയം, ശ്രീ സുരേഷ് കുമാർ സാർ അദ്ദേഹം പറയുന്ന ഒരു വിഷയം, TDPയും BJPയും തമ്മിലൊരു പോസ്റ്റ് പോൾ അലയൻസ് അല്ല വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഗതികേട് നിങ്ങളുടെ ഗതികേട് കൊണ്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നതാണ്, നിങ്ങൾ അങ്ങനെ ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നതാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളുടേത് ഒരു പ്രീ പോൾ അലയൻസ് ആണ്. ഒരു പ്രീ പോൾ അലയൻസിൽ നിൽക്കുന്ന സമയത്ത് എല്ലാ പാർട്ടികളുടെയും, ഒരു ഘടകകക്ഷിക്കകത്ത് നിൽക്കുന്ന എല്ലാ പാർട്ടികളുടെയും നിലപാടുകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി അറിഞ്ഞും മനസ്സിലാക്കിയും തന്നെയാണ് പരസ്പരം ക്യാമ്പയിൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇതേ ചന്ദ്രബാബു നായിഡു പാർലമെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദിജി എത്ര എക്സ്റ്റൻസീവ്ലി ആണ് ആന്ധ്രാപ്രദേശിൽ ക്യാമ്പയിൻ ചെയ്തിരിക്കുന്നത്. മുസ്ലിം സംവരണം എന്നുള്ളത് BJPക്ക് സ്വീകാര്യമായ കാര്യമാണോ? ഹജ്ജിന് പോകുന്ന എല്ലാ മുസ്ലിങ്ങൾക്കും 1 ലക്ഷം രൂപ വീതം വിതരണം ചെയ്യുക എന്നുള്ളത് BJPക്ക് സ്വീകാര്യമായ കാര്യമാണോ? ഹാഷ്മി, ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം.
ആന്ധ്രാപ്രദേശിനകത്ത് നരേന്ദ്രമോദിജി എത്രത്തോളം എക്സ്റ്റൻസീവായിട്ട് ക്യാമ്പയിൻ ചെയ്തു എന്നും അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ TDP ഉൾപ്പെടുന്ന NDA മുന്നണിയെ ഏത് തലത്തിൽ സഹായിച്ചു എന്നും ചന്ദ്രബാബു നായിഡു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രബാബു നായിഡുവിന് ഈ പറയുന്ന 4% റിസർവേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പ്രോ അപ്രോച്ച് ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ഹജ്ജിന് പോകുന്നവർക്ക് 1 ലക്ഷം രൂപ കൊടുക്കുന്നതിനകത്തൊരു പ്രോ അപ്രോച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BJPയും TDPയും തമ്മിൽ ആ വിഷയത്തിൽ ചർച്ച നടക്കും. ഇപ്പോൾ ഹജ്ജിന് പോകുന്നവർക്ക് 1 ലക്ഷം രൂപ കൊടുത്തു, 50,000 കൊടുത്തു, 2 ലക്ഷം കൊടുത്തു എന്നോ പറഞ്ഞിട്ട് BJP അവിടെ പിണങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതൊരു മുസ്ലിം പ്രീണനമായി BJP കാണുന്നില്ല. അല്ല, പ്രീണനം എന്ന് പറയുന്നത് എല്ലാവരും നടത്തുമല്ലേ? ഞാൻ ചോദിക്കുന്നത് വോട്ടിന് വേണ്ടി ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സഖ്യകക്ഷിയിൽ പ്രധാനിയായ TDP ഹജ്ജിന് പോകുന്നവർക്ക് 1 ലക്ഷം രൂപ കൊടുക്കാം എന്ന ഇലക്ഷന് മുമ്പ് നടത്തിയ പ്രഖ്യാപനം അത് വോട്ട് ബാങ്ക് പ്രീണനമായി കാണുന്നില്ല. അത് അത്യാവശ്യമായി കൊടുക്കേണ്ടതാണ്. അവിടുത്തെ മുസ്ലിങ്ങൾക്ക് 4% സംവരണം ഈ പറഞ്ഞ അവർ ഒരുപാട് പിന്നോക്കമാണ്, സാമ്പത്തികമായി പിന്നോക്കമാണ്, അവർക്ക് 4% അർഹതയുള്ളതാണെന്ന ചന്ദ്രബാബു നായിഡു പറയുന്നതിനെ BJP 100% അംഗീകരിക്കുന്നു അല്ലേ? BJPയുടെ സംവരണ വിഷയത്തിലുള്ള നയം മതപരമായിട്ട് സംവരണം കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അന്നും ഇന്നും BJPയുടെ നയം. പിന്നെ അവിടെ ചന്ദ്രബാബു നായിഡു എങ്ങനെ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു പ്രീപോൾ അലയൻസ് ആണ്. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അങ്ങനെ ഒരു നിലപാടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംസാരം നടക്കും. നടക്കുമോ? മറുപടി കിട്ടിയോ? അപ്പോൾ അമീൻ അതിന് മറുപടി കിട്ടിയോ എന്ന് പറഞ്ഞാൽ ചന്ദ്രബാബു നായിഡു 4% സംവരണം കൊടുത്ത BJPക്ക് ഒരു കുഴപ്പമില്ലാന്ന്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഈ ചീത്ത മുഴുവൻ വിളിച്ചത് അദ്ദേഹം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ സന്ദർഭത്തിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ പേരിലാണ്. ഇന്ന് നാരെ ലോകേഷ് അതിനേക്കാൾ ശക്തമായി ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ പിന്നാക്കമാണെന്നും അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന്, അവരുടെ റെപ്രസെന്റേഷൻ ഉറപ്പുവരുത്തുന്നതിന്, അവരുടെ സാമ്പത്തിക പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിന് അവർക്ക് സംവരണം കൊടുക്കും എന്നും പറയുന്നു. അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറയുന്നു. ഇതിന് പിന്നെ ഗതികേട് എന്നല്ലാതെ വേറെ എന്താ പറയാ? എന്താന്ന് വെച്ചാൽ കർണാടകയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ പിന്നോക്കമാണ്, അത് കാരണം 4% സംവരണം കൊടുക്കാൻ BJP ഓക്കെയാണ്. BJP ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഹാഷ്മി, ഞാൻ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്, മതപരമായിട്ട് സംവരണം നൽകുന്നതിന് BJP തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഗതികേട് അതല്ലേ യുവരാജെ? തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഗതികേട് അതല്ലേ എന്ന് പറഞ്ഞാൽ ചന്ദ്രബാബു നായിഡുവിനെ കൂടെ കൂട്ടിയേ മതിയാവുകയുള്ളൂ. 4% മുസ്ലിം സംവരണം എന്ന മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നടപ്പാക്കുമെന്ന് TDP പറഞ്ഞാലും നിങ്ങളുടെ BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിന് നേരെ കടകവിരുദ്ധമാണെങ്കിലും നായിഡുവിനെ കൂടെ കൂട്ടിയേ പറ്റൂ. എന്താണ് കാരണം? ഭരിക്കണം. അതിനെയാണ് ഗതികേട് എന്ന വാക്ക് ഉപയോഗിച്ചത്. ഗതികേട് എന്താണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ അപ്പുറത്താണ് പോയി നോക്കേണ്ടത്. കാരണം ബാബറി മസ്ജിദിനെ ഞങ്ങളാണ് പൊളിച്ചത് എന്ന് പറഞ്ഞ് നടക്കുന്ന ഉദ്ധവ് താക്കറെയുമായിട്ട് ചേർന്നിട്ട് മതേതരത്വം സംരക്ഷിക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഞാൻ പറയുന്നതേ ബാബറി മസ്ജിദിനെ ഞങ്ങളാണ് പൊളിച്ചത്, RSSകാരല്ല എന്ന് പറയുന്ന ആൾക്കാരാണ് ഉദ്ധവ് താക്കറെ. നിങ്ങൾ ഈ പ്രചരണ ഘട്ടത്തിലുടനീളം സംവരണം എന്ന് പറയുന്ന വസ്തുത എടുത്ത് വളച്ചൊടിച്ച് മൊത്തം മുസ്ലിങ്ങൾ കൊടുക്കാനാണ് നറേറ്റീവ് ഉണ്ടാക്കി സംവരണ വിരുദ്ധമായി പ്രചരണം നടത്തിയതിനു ശേഷം ആ സംവരണം 4% കൊടുക്കണം, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മൊത്തം അത് ബാധകമാണ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുമായി കൂട്ടുചേരേണ്ടി വരുന്ന അവസ്ഥയാണ് ഗതികേട് എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. ഞാൻ അതിന്റെ പോളിഷ്ടായ വേറൊരു വാക്കുണ്ടോ എനിക്കറിയില്ല. കേരളത്തിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും മുസ്ലിം മതവിഭാഗങ്ങൾക്ക് സംവരണം നിലനിൽക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ അങ്ങനെ ഒരു നയം BJPക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. ഒരു വാക്കുകൊണ്ട് പോലും താങ്കൾ ഇവിടുന്ന് പറയുന്ന പോലെ നരേന്ദ്രമോദിക്ക് നായിഡുവിനോട് പറയാൻ കഴിയില്ല ഇത് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമല്ല എന്ന് മോദിക്ക് പറയാൻ കഴിയില്ല. അതിനെ കൂടിയാണ് ഈ ഗതികേട് എന്ന വാക്കുകൊണ്ട് പറയുന്നത്. പോട്ടെ, കാശ്മീർ നരേന്ദ്രമോദിജി 13 വർഷം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. അവിടെ മുസ്ലിങ്ങളിലെ എത്രയോ വിഭാഗങ്ങൾക്ക് ഇപ്പോഴും സംവരണം നിലനിൽക്കുന്നുണ്ട്. അതൊരു സംസ്ഥാന വിഷയമാണ്. സ്റ്റേറ്റുകൾക്ക് അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവും. രാജ്യത്തിന്റെ നയം എന്നുള്ള നിലയിൽ മതപരമായ ഡിവിഷൻസ് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള സംവരണം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് BJPയുടെ നയം. അതായത് സംസ്ഥാനങ്ങളിൽ പലതരത്തിലുള്ള നയങ്ങൾ ഉണ്ടാവും. അതെന്താണെന്നുള്ള കാര്യം നമ്മൾ ഡയലോഗ്സിലൂടെ നമ്മൾ പരിഹരിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പൊ ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം പോലും വേണ്ട എന്നുള്ളതാണ് RSS നിലപാട് കേട്ടോ. അങ്ങനെയില്ല, അങ്ങനെ നിലപാടില്ല. 2023 ഒക്ടോബറില് മൻമോഹൻ സിംഗ് മോഹൻ ഭഗവത്ജിയുടെ തന്നെ പ്രസ്താവനയുണ്ട്. RSS ഒരിക്കലും സംവരണത്തിനെതിരല്ല. MG വൈദ്യയുടെ പ്രസ്താവന കാണണോ? അല്ല, അതുണ്ടാവും. ഞാൻ പറഞ്ഞത് ഗോൾവാൾക്കറുടെ പ്രസ്താവന കാണണോ? പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സുദർശന്റെ പ്രസ്താവന കാണണോ? പ്രസ്താവനയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ശ്രീ എം ലിജു, ഇപ്പൊ എന്താണ് ഈ ഭരണഘടനയെ മോദി സർക്കാർ തിരുത്താൻ പോകുന്നു നിങ്ങൾ പറഞ്ഞ കള്ളമാണെന്ന് പറഞ്ഞു. പക്ഷേ അടൽ ബിഹാരി വാജ്പേയിയുടെ ആദ്യ സർക്കാരിന്റെ കാലത്ത് ആദ്യമെടുത്ത തീരുമാനങ്ങളിലൊന്ന് ഈ ഭരണഘടനാ റിവ്യൂവിന് വെങ്കടാചലം കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. പിന്നെ അന്ന് പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്നാണ് ഒന്നും സംഭവിക്കാതെ പോയത്.
എന്നിട്ട് ഇന്ന് നരേന്ദ്രമോദി ആ ഭരണഘടനയെ താണു വീണ് സാഷ്ടാംഗം പ്രണമിക്കും. വഴക്കമാണ് ശ്രീ ലിജു, അത് രാഷ്ട്രീയത്തിൽ വേണ്ടതുമാണ്. ശരി കാശ്മീർ, അതിനു മുമ്പ് ഞാൻ ചില കാര്യങ്ങൾക്ക് കൂടി മറുപടി പറഞ്ഞ് അങ്ങോട്ട് കടക്കാമെന്നാണ് കരുതുന്നത്. ഒന്ന്, പിന്നെ ശ്രീ യുവരാജ് പറഞ്ഞപ്പോൾ അദ്ദേഹം ഗൂഗിളിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എനിക്കൊന്ന് ശ്രീ യുവരാജിനോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ഗൂഗിൾ ന്യൂസുകളെ മാത്രം ആധികാരികമായി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ചർച്ചയിൽ അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഗൂഗിളിൻ്റെ ഒരു പോളിസി തന്നെ നമുക്കറിയാം. നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലും താല്പര്യമുള്ള, പ്രത്യേകിച്ച് അവരുടെ താല്പര്യം, അവരുടെ പോളിസിക്കും അവർക്ക് അനുകൂലമായ വാർത്തകളായിരിക്കും നമുക്ക് സാധാരണഗതിയിൽ പോപ്പപ്പ് ചെയ്ത് വരുന്നത്. അപ്പം അതിനൊരു ആധികാരികമായി പറയുന്നത് എനിക്ക് യോജിപ്പില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. ഞാൻ പറയട്ടെ, അന്ന് മൻമോഹൻ സിംഗ് ഇത് പറയുമ്പോൾ BJP എന്താണ് തിരുവനന്തപുരം പറയുന്ന ഭാഷയിൽ കുഴിത്തുരുമ്പ് പോലുള്ള പരിപാടി ഉണ്ടാക്കി അന്ന് തിരുത്തി. മൻമോഹൻ സിംഗ് കൃത്യമായി തിരുത്തി. അവസാനം തിരുത്തിയ കാര്യം പറയാതെയാണ് വീണ്ടും എത്രയോ വർഷം മോദി വീണ്ടും ആവർത്തിക്കുന്നത്. മോദി വീണ്ടും ആവർത്തിക്കുന്നതിനെ അതിനെ കേന്ദ്രീകരിച്ച് വർഗീയ ധ്രുവീകരണത്തെ രാജ്യം തള്ളിക്കളഞ്ഞു. അതിനെ ഫൈസാബാദിലടക്കം രാജ്യം തള്ളിക്കളഞ്ഞു, വാരണാസിയിലടക്കം രാജ്യം തള്ളിക്കളഞ്ഞു. നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 1.5 ലക്ഷത്തിലേക്ക് ഇടിഞ്ഞു. സാർ, ആ നറേറ്റീവ് രാജ്യം ഒന്നാകെ തള്ളിക്കളഞ്ഞേ. സാർ, പ്രാണപ്രതിഷ്ഠ നടക്കുന്ന അത് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആവേണ്ട മണ്ണിൽ പോലും നിങ്ങളെ തൂത്തെറിഞ്ഞു. സാക്ഷാൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 5 ലക്ഷത്തിൽ 1.5 ലക്ഷമായി ഇടിഞ്ഞു. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ച പ്രധാനമന്ത്രി നാണക്കേടുമായി കയറുകയാണ് നരേന്ദ്രമോദി. എന്നിട്ട് വീണ്ടും അത് ആവർത്തിക്കില്ലേ, വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? അത് രാജ്യം തള്ളിയ നറേറ്റീവാണ്. അത് രാജ്യം തള്ളി. സാർ, നിങ്ങൾ ഹിന്ദുത്വം പറയണ്ട എന്ന് രാജ്യം പറഞ്ഞതാണ്. നിങ്ങൾ ഈ വർഗീയത പറഞ്ഞാൽ വോട്ട് തരാൻ മനസ്സില്ല എന്ന് രാജ്യം പറഞ്ഞതല്ലേ? പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ശരി ശരി, ലിജു. അല്ല ഹാഷ്മി, എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നതായിരിക്കും കൂടുതൽ. അല്ലെങ്കിൽ തന്നെ നമ്മൾ വെറുതെ ഈ സംസാരം ചുമ്മാ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് യുവരാജിനോട് പറയാനുള്ളത്, താങ്കൾ കുറച്ച് സമയം നിശബ്ദത പാലിക്കണം. നിശബ്ദത പാലിച്ച് സംയമനത്തോടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. കാരണം അതല്ലാതെ കേൾക്കുക അല്ല ഒരു കാര്യമില്ല. താങ്കൾ പറയാൻ എന്തും ആയിക്കൊള്ളട്ടെ, അത് താങ്കളുടെ ഊഴത്തിൽ സംസാരിക്കൂ. താങ്കൾ പറഞ്ഞ കാര്യത്തോട് എനിക്ക് പരിപൂർണമായ വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷെ അത് കേട്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പേഷ്യൻ ഹിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭാഷണത്തിലാണെങ്കിലും സംവാദത്തിലാണെങ്കിലും വെച്ച് പുലർത്തേണ്ട അടിസ്ഥാന മര്യാദയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ പറയുന്ന കാര്യങ്ങളെ ക്ഷമയോട് കേൾക്കുക, അതിനോട് എന്ത് എതിർപ്പുണ്ടെങ്കിലും അതിനുശേഷം സംസാരിക്കുക. താങ്കളുടെ സ്ഥിരം പരിപാടി പോലെ അല്ല, ഞാൻ താങ്കൾ പറഞ്ഞെന്താ, താങ്കൾ കണ്ടു, താങ്കൾ ഇതിന് ബഹളം വെക്കുന്നത് ഇത്രയോ സമയമായിട്ട് ഞാൻ സംസാരിക്കുന്ന ചെയ്യാതെ താങ്കൾ വെറുതെ സംസാരിക്കുകയല്ലേ. അപ്പം ഞാൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കുക കുറച്ച് സമയം. ഒന്ന്, അദ്ദേഹം ഈ മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗത്തെ വീണ്ടും പറഞ്ഞ് ശരി, എന്നാലും പറയുക, അതൊരു ദേശീയ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ യോഗത്തിൽ പറഞ്ഞ പ്രസംഗമായിരുന്നു. ദേശീയ വികസന കൗൺസിലിൻ്റെ യോഗത്തിൽ അതിൽ രാജ്യത്തിൻ്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ, അതോടൊപ്പം ന്യൂനപക്ഷങ്ങൾ തന്നെ മുസ്ലിം ജനവിഭാഗങ്ങൾ, അത് വളരെ കൃത്യമായൊരു പ്രസംഗമാണ്. അതിനെ അടർത്തിയെടുത്ത് സംസാരിച്ചത് അങ്ങേറ്റം തെറ്റായ പ്രവൃത്തിയാണ്. ആ കാലഘട്ടത്തിൽ ക്ലാരിഫിക്കേഷൻ വന്നിട്ടും ഒരു 2 പതിറ്റാണ്ടിനടുത്ത് കാലമായ ഒരു കാര്യം 2006 നടത്തിയൊരു പ്രസംഗത്തെ 2024 തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഉപയോഗപ്പെടുത്തുക പറഞ്ഞാൽ അല്പത്തരമാണ്. അത് ഡിവൈസീവ് പൊളിറ്റിക്സാണ്. അതിനെയാണ് നമ്മൾ പറഞ്ഞത്, ഇദ്ദേഹം ഒരു തിയേറ്റർ ആർട്ടിസ്റ്റിനെ പോലെ ഇത്തരം നിരവധി അജണ്ടകൾ സൃഷ്ടിക്കുന്ന ആളാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. 2, ഇപ്പോൾ ഇവിടെ ഹാഷ്മി ചോദിച്ചത് ഭരണഘടനയെ സംബന്ധിച്ചാണ്. ഭരണഘടന തകർക്കുക എന്നുള്ള ഇവരുടെ എക്കാലത്തെ അജണ്ടയാണ് ഹാഷ്മി. ഇപ്പം തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ അടുത്തിടെ ഈ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഗവൺമെൻറ് ഇറക്കിയ ഭരണഘടനയുടെ പതിപ്പുണ്ട്. ഒരു വലിയ ഭരണഘടനാ പതിപ്പ് ഇവർ പുറത്തിറക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ എല്ലാ MP-മാർക്ക് കൊടുത്തിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഓഫീസുകളിലേക്ക് അത് വന്നിട്ടുണ്ട്. എടുത്തു നോക്കിയാൽ മതി. 42nd അമെൻമെൻറ്റ് പ്രകാരം ഉൾപ്പെടുത്തിയ രാജ്യത്തെ സെക്കുലറിസവും സോഷ്യലിസം തുടങ്ങിയ പദങ്ങൾ ഇന്ത്യയുടെ പ്രിയാമ്പിളിലില്ല. ഇവരടിച്ച് പുറത്തിറക്കിയ കാര്യത്തിലാണ്. അപ്പോൾ അതിന് കൊടുത്ത വ്യാഖ്യാനം എന്താ? അത് പഴയ ഭരണഘടനയുടെ കോപ്പി ഞങ്ങൾ ഇറക്കിയതാണ്. അതിനുശേഷം വന്ന അമെൻമെൻറ്റ്സ് എല്ലാം ഉണ്ട്, ഭരണഘടനയുടെ അമെൻമെൻറ്റുകളെല്ലാം അതിനകത്തുണ്ട്. പക്ഷേ ഇന്ത്യൻ പ്രിയാമ്പിളിൽ 42nd അമെൻമെൻറ്റിലൂടെ ഉൾപ്പെടുത്തിയ രാജ്യത്തിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗം എന്ന് പറയത്തിടക്കാവുന്ന, ഈ കേശവാനന്ദ പറയാവുന്ന സെക്കുലറിസവും സോഷ്യലിസവും അതിൻ്റെ അകത്തില്ല.
അതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പോൾ അവരെ സംബന്ധിച്ച് ഭരണഘടന ആത്യന്തികമായി പൊളിച്ചെഴുതുക എന്നത് ഇവരുടെ ലക്ഷ്യമായിരുന്നു. പക്ഷേ ജനം അതിനെ അനുവദിച്ചില്ല. രാജ്യത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ അതിനെക്കുറിച്ച് പറഞ്ഞു. 400 സീറ്റ് ചോദിക്കുന്നതിൻ്റെ ലക്ഷ്യം ഇതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ച, ഡോക്ടർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാക്കി രൂപീകരിച്ച് വർഷങ്ങളിലൂടെ കടന്നുപോയ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന മഹത്തായ ഡോക്യുമെൻറ്റിനെ, അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന വസ്തുതയെ തകർത്ത് കളയാനാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ജനം അതിനെ ഉത്തർപ്രദേശ് ഉൾപ്പെടെ തിരിച്ചടിച്ചത്. അപ്പോൾ അതൊരു വസ്തുതയല്ലേ. ഇപ്പം ഇനി ഭരണഘടനയെ തൊടുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഈ എന്താ പറയുക, നാട്യത്തിനപ്പുറത്ത് മറ്റൊന്നുമാണെന്ന് കരുതണ്ട. ഇന്ത്യൻ പാർലമെൻ്റ് അകത്തേക്ക് ആദ്യം കടന്നു വന്നത് എന്താ, എങ്ങനെ ഇന്ത്യൻ പാർലമെൻറ്റിന് മുമ്പിൽ അങ്ങ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഇന്ത്യൻ പാർലമെൻറ്റ് പിന്നെ നടന്നതെന്താ, ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷ അംഗങ്ങൾക്ക് പാസ്സാക്കാൻ പോകുന്ന ബില്ലുകളുടെ കോപ്പി പോലും കൊടുക്കാത്ത, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കുറച്ച് ചർച്ചകൾ നടന്ന, പ്രതിപക്ഷ അംഗങ്ങളെ സഭാ നടപടികളെ ഗില്ലറ്റിൻ ചെയ്ത ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ജനാധിപത്യ സ്വഭാവത്തെ, അതായത് പാർലമെൻ്ററി ജനാധിപത്യത്തെക്കുറിച്ച് പറയും ഡിബേറ്റ്, ഡിസ്കഷൻ ആൻഡ് ഡിസിഷൻ. അതാണ് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം. ഡിബേറ്റും ഇല്ല, ഡിസ്കഷനും ഇല്ല, ആളുകളെ കിട്ടുന്ന ആളുകളെല്ലാം പിടിച്ച് സസ്പെൻഡ് ചെയ്ത് ഡിസിഷൻ എടുക്കുക എന്ന് മാത്രമായിരുന്നു തീരുമാനം. പ്രതിഷേധിച്ചതിന്, ശക്തമായി പ്രതിഷേധിച്ചതിന് മുഴുവൻ പാർലമെൻറ്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തൊരു ചരിത്രമല്ലേ ഇവിടെയുള്ളത്. ഹിഡൻബർഗ് റിപ്പോർട്ടിനെ കുറിച്ച് പ്രസംഗിച്ച, അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ നടപടികൾ നമുക്കറിയാം. ആ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിച്ച, പാർലമെൻറ്റിൻ്റെ നടുത്തളങ്ങളിൽ പ്രതിഷേധിച്ച പാർലമെൻറ്റ് അംഗങ്ങളെ സഭ തീരുന്നത് വരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു വിട്ടു. അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിന് മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച കക്ഷി പാർലമെൻറ്റിൻ്റെ ആധിപത്യം കിട്ടിയപ്പോൾ മുഴുവൻ അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട്, അതായത് പാർലമെൻറ്റിൻ്റെ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കി അകത്ത് കയറി സ്മോക്ക് ബോംബ് എറിഞ്ഞ് ആളുകൾക്ക് പാസ് കിട്ടിയത് എങ്ങനെ, അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി വിശദീകരണം നൽകണമെന്ന് പറഞ്ഞ പ്രതിപക്ഷങ്ങളെ മുഴുവൻ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഈ പുള്ളിയുടെ പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ പിന്നെ വചനങ്ങളും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായില്ലേ. അതുകൊണ്ട് ഇപ്പം ഭരണഘടനയെ തൊട്ടുതൊഴുതൊക്കെ ഒരു നാട്യം എന്നതിനപ്പുറത്ത് മറ്റൊന്നും തന്നെ കാണാൻ സാധിക്കും. ശ്രീ സുരേഷ് കുമാർ, ആ സമഗ്രാധിപത്യം പോകുന്നു, അത് ജനാധിപത്യത്തിന് നല്ലതാണ്. അതിന് കാരണം എന്താണ്? ഇനി അവിടെ അപ്പം ചുട്ടെടുക്കുന്ന പോലെ നിയമങ്ങൾ പാസ്സാവില്ല, ബില്ലുകൾ വരില്ല. NDAക്കകത്ത് ചർച്ചകൾ ഉണ്ടാകണം, NDA യോഗം ചേരും, അവിടെ നായിഡുവിനെയും JDUവിനെയും അനുനയിപ്പിക്കണം. അതിനുശേഷം സഭയിലേക്ക് എത്തിയാൽ സഭയിൽ 100 കോൺഗ്രസ് അംഗങ്ങളടക്കം ഒരു ശക്തമായ പ്രതിപക്ഷ ബ്ലോക്കുണ്ട്. അവർക്ക് ആനുപാതികമായ സമയം സംസാരിക്കാൻ കൊടുക്കേണ്ടി വരും. അവിടെ ചന്ദ്രശേഖർ ആസാദ് റാവൺ എന്ന് പറയുന്ന സംസാരിക്കാൻ അറിയാവുന്ന ആളുണ്ട്, മഹുവ മൈത്രയുണ്ട്, രാഹുൽ ഗാന്ധി അടക്കമുണ്ട്, ഒരുപാട് വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പോയ 10 വർഷങ്ങളുടെ കാഴ്ചയേ ആവില്ല അടുത്ത വരാൻ പോകുന്ന 5 വർഷം പാർലമെന്റിൽ എന്നത് വ്യക്തമല്ലേ ശ്രീ സുരേഷ് കുമാർ? പാർലമെന്റ് തീർച്ചയായിട്ടും പാർലമെന്റിൽ വലിയൊരു മാറ്റം വരികയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ നമുക്കൊരു പ്രതിപക്ഷ നേതാവ് തന്നെ ഉണ്ടാകുന്നു, നമുക്കൊരു പ്രതിപക്ഷത്തെ ബഹുമാനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, സഖ്യകക്ഷികളെ ബഹുമാനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നു. പക്ഷേ ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് ഇപ്പം സഖ്യകക്ഷികളായി നിൽക്കുന്നവർക്കും BJPക്കും തന്നെയും അവർക്ക് കൃത്യമായ അജണ്ടകളുണ്ട്. അവർ നിൽക്കുന്നത് അവരവരുടെ അജണ്ടകൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താനാണ്. അപ്പോൾ അതിനകത്ത് കുറേ വിവാദ അജണ്ടകൾ ഒരുപക്ഷെ അലമാരയ്ക്കുള്ളിൽ വെച്ച് പൂട്ടേണ്ടി വന്നാൽ പോലും ബാക്കി അവർ പിന്നെ ഇതിൻ്റെ ഒരു വികസനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു തീർച്ചയായിട്ടും ആശ്വാസകരമാണ്. വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം കുറേ കാലത്തേക്ക് മാറി നിൽക്കും എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ്. ഇനി BJPക്ക് ഒറ്റയ്ക്ക് അധികാരം പിടിക്കാൻ പറ്റുന്ന ഒരു കേവല ഭൂരിപക്ഷം കിട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരുന്നത് എന്താണെന്ന് പോലും BJP ഇനി ഗണിച്ചു നോക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ജനാധിപത്യത്തിന് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. പക്ഷേ ഇവർ പരസ്പരം കാലുവാരാൻ നോക്കി നിൽക്കുന്ന ആളുകളാണ് ഇപ്പോഴത്തെ സഖ്യകക്ഷികൾ എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകേണ്ടതില്ല. 32 സീറ്റിൻ്റെ പേരിൽ BJPയുടെ അജണ്ട 240 സീറ്റ് നേടിയ BJPയുടെ അജണ്ട മോദി അമിത്ഷാമാർ മാറ്റിവെക്കും പൂർണ്ണമായി തന്നെ എന്നൊന്നും നമ്മൾ കാണേണ്ടതില്ല. കാരണം അവരതിനകത്ത് ഒരു ഹിഡൻ അജണ്ടയായിട്ട് ഇത് പാർലമെൻറ്റിലും അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിലും നടപ്പാക്കാനുള്ള ഒരു ശ്രമം വരും. അത് പിന്നെ നായിഡുവിനോ നിതീഷ് കുമാറിനോ ദഹിക്കാത്ത ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് തീർത്തും നിരക്കാത്ത ഒരു സാഹചര്യം വരുമ്പോൾ മാത്രം അതൊരു പൊട്ടിത്തെറിയിലേക്ക് കലാശിച്ചു പോയേക്കാം. അതുകൊണ്ട് 5 വർഷം ഇത് സുഗമമായി പോകുമെന്നൊന്നും ഇപ്പോൾ പറയാവുന്ന ഒരു സാഹചര്യവുമില്ല. ഇപ്പോൾ ഭരിക്കാൻ കയറുന്നു,
ഓരോരുത്തരും അവരവരുടെ അജണ്ടയുമായി മുന്നോട്ട് പോകുന്നു. ആ അജണ്ട കൊണ്ടു നടക്കാൻ പറ്റുന്നിടത്തോളം കൊണ്ടു നടക്കുന്നു. അത് കഴിഞ്ഞാൽ നായിഡു BJP ഉപേക്ഷിച്ച് പോവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നേരത്തെ സംസാരിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പ്രീപോൾ അലയൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് 5 വർഷത്തെ ഭരണവും ഈ പ്രീപോൾ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പോകും എന്നൊന്നും നമ്മൾ കാണേണ്ടതില്ല. എല്ലാവരും അവസരവാദികളാണ്, എല്ലാവരും ഹിഡൻ അജണ്ടയുമായി നിൽക്കുന്നവരാണ്. അവർ തീർച്ചയായിട്ടും അതാത് സമയം പത്തി വിടർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അവിടെ തന്നെയാണ് ഈ മോദി സർക്കാരിന് വീണ്ടും മൂന്നാമൂഴം കിട്ടുമ്പോഴും ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ ശ്വാസം വീഴുമ്പോഴും നമ്മളൊരു അപകടം കാണേണ്ടതുണ്ട് എന്ന് നമുക്ക്, അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം, മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും അങ്ങോട്ട് ഇല്ലാതെ പോകാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ഏകാധിപത്യ ശൈലി, ഒരു സ്വേച്ഛാധിപത്യ ശൈലി ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. അവർ തീർച്ചയായിട്ടും അവർക്ക് എപ്പോഴും പിന്നാമ്പുറത്ത് കളിച്ചാണ്. ശരി. എന്തായാലും നായിഡുവും നിതീഷും ഒക്കെ അതിനേക്കാൾ കൂടുതൽ പിന്നാമ്പുറത്ത് കളിച്ച് ശീലമുള്ളവരാണ്. അപ്പോൾ അത് എളുപ്പമാണോ എന്ന് എനിക്കറിയില്ല. ശിവരാജ് ഗോകുൽ ഫൈസാബാദിൽ തോറ്റു, അയോധ്യ ആ മേഖലയിലെ ഭൂരിഭാഗം ലോക്സഭാ മണ്ഡലങ്ങളിലും തോറ്റു, അയോധ്യയ്ക്കടുത്ത് സീതാദേവിയുമായി ബന്ധപ്പെട്ട സീതാപൂരിൽ തോറ്റു. അയോധ്യ 250 കിലോമീറ്ററാണ് സീതാപൂരിൽ, അവിടെ തോറ്റു. അയോധ്യയ്ക്ക് 100 കിലോമീറ്റർ അകലെ ശ്രാവസ്തി, അവിടെ മത്സരിച്ചത് രാമക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിൻ്റെ ചെയർമാൻ്റെ മകൻ മത്സരിച്ച് ശ്രാവസ്തിയിൽ തോറ്റു. വാരണാസിയിൽ ഭൂരിഭാഗം ലോക്സഭാ മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു. വാരണാസിയിൽ സാക്ഷാൽ മോദിയുടെ ഭൂരിപക്ഷം 5-ൽ നിന്ന് 1.5 ലക്ഷമാക്കാൻ അജയ് റായെ പോലൊരു പാമ്പുപിടിച്ച മനുഷ്യന് കഴിയുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന ധ്രുവീകരണ രാഷ്ട്രം ഏറ്റവും എറിക്കേണ്ട ഭൂമികളിൽ അത് എറിക്കുന്നില്ലെങ്കിൽ മതിയാക്ക് ഈ ധ്രുവീകരണ വർത്താനം എന്ന് തന്നെയല്ലേ യുവരാജ് ഗോകുൽ? ഞങ്ങൾക്ക് കേരളത്തിൽ 20% വോട്ട് കിട്ടി. കേരളത്തിൽ ഞങ്ങൾ ഒരു സീറ്റ് ജയിച്ചു. ആന്ധ്രാപ്രദേശിനകത്ത് നമ്മൾ ഭരണത്തിനകത്ത് വന്നു. ഒറീസയിൽ നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭരണത്തിൽ വന്നു. 21 സീറ്റിൽ ഏതാണ്ട് 20 സീറ്റ് അവിടെ തൂത്തുവാരിയിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ തട്ടകമായ ഡൽഹിയിൽ ഞങ്ങൾ 7 സീറ്റും ജയിച്ചു. ഹാഷ്മി, ഞങ്ങൾ 543 സീറ്റിലേക്കാണ് മത്സരിച്ചത്. അതിനകത്ത് ഞങ്ങൾക്ക് 240 സീറ്റ് സ്വന്തം നിലയ്ക്കും. താങ്കൾ ഈ പറഞ്ഞ സ്ഥലങ്ങളൊന്നുമല്ല അയോധ്യയും ഫൈസാബാദും ശ്രാവസ്തിയും താങ്കൾ നന്നായി അറിയാം. ഉത്തർപ്രദേശിനകത്ത് നിങ്ങൾ എന്തൊക്കെയോ വലുതായിട്ട് മലമറിച്ചു എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. ഞങ്ങൾ എന്തായാലും അവിടെ 50% സീറ്റ് 50%. അതാണ് നിങ്ങളുടെ മലയെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അല്ല യുവരാജ്, അയോധ്യ നിങ്ങൾക്കൊന്നുമല്ലേ? സീതാപൂർ നിങ്ങൾക്കൊന്നുമല്ലേ? ശ്രാവസ്തി നിങ്ങൾക്കൊന്നുമല്ലേ? അതുകൊണ്ടാണോ സാർ ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം തന്നെ, അല്ലെങ്കിൽ ആ പ്രാർത്ഥന തന്നെ മോദി ഉപേക്ഷിച്ച് ജയ് ജഗന്നാഥ് ആക്കിയത്? ഹാഷ്മി, ഞങ്ങൾ 543 സീറ്റിലേക്കാണ് മത്സരിച്ചത്. 240 സീറ്റ് സ്വന്തം നിലയ്ക്ക് ഞങ്ങൾ ജയിച്ചു. 293 സീറ്റ് ഞങ്ങളുടെ മുന്നണിക്ക് നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ ഈ വ്യത്യസ്തമായ കരച്ചിലുകൾ മനസ്സിലാകുന്നില്ല. കാരണം ഇതിപ്പോൾ കുറച്ചു നേരത്തെ ഇവർ പറയുന്ന കേട്ടായിരുന്നു, എന്താണ് ഇന്ത്യൻ ജനാധിപത്യം മാറി, ആ പ്രതിപക്ഷ നേതാവിനെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ കിട്ടാനാണോ നിങ്ങൾ മത്സരിച്ചത്? പ്രധാനമന്ത്രിയെ കിട്ടാനല്ലേ, ജയിക്കാനല്ലേ? 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച ഒരു സർക്കാരിനെതിരെ മത്സരിച്ചിട്ട് ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടിയതൊക്കെ ഇത്ര വലിയ ആഘോഷമാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ആ മുന്നണിയെ കുറിച്ചിട്ട്, നിങ്ങളുടെ സംവിധാനങ്ങളെ കുറിച്ചിട്ട് വേറെ ഒന്നും തന്നെ പറയാനില്ല. പിന്നെ ഇത്തരം നറേറ്റീവുകൾ നിങ്ങളെ പോലുള്ള ജേർണലിസ്റ്റ് തന്നെയാണ് കേട്ടോ. കാരണം പ്രതിപക്ഷ നേതൃപദവി അനുവദിച്ചു കൊടുക്കാൻ പോലും കഴിഞ്ഞ 10 വർഷമായിട്ട് തയ്യാറായിരുന്നില്ല കേട്ടോ. അത് നമ്മൾ അനുവദിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എംപിമാർ ഉണ്ടാവണമല്ലേ? അനുവദിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിലേ അതിനനുസരിച്ചിട്ട് എംപിമാർ ഉണ്ടാവണം. ശരി, ആദ്യ പാർലമെന്റിൽ ജവഹർലാൽ നെഹ്റു സാമാന്യ മര്യാദ പാലിച്ചു കൊടുത്തായിരുന്നോ? ആദ്യത്തെ പാർലമെന്റിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ അനുവദിച്ചു കൊടുത്തായിരുന്നോ? അപ്പൊ സാമാന്യ മര്യാദ ഇല്ലാത്ത ആളായിരുന്നോ ജവഹർലാൽ നെഹ്റുവും? ചരിത്രം അറിയാതെയാണോ താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും ശ്രീ ലിജുവിന്റെ ഭരണഘടനാ സ്നേഹവും ജനാധിപത്യ സ്നേഹവും കണ്ടിട്ട് എനിക്ക് കണ്ണ് നിറയുന്നുണ്ട്. അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയ കോൺഗ്രസുകാര് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉടനീളം 80 തവണ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്ത കോൺഗ്രസുകാർക്ക് പെട്ടെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ BJP തെളിയിച്ചല്ലോ, മോദി സർക്കാർ തെളിയിച്ചല്ലോ. അടിയന്തരാവസ്ഥയല്ല ഈ രാജ്യത്ത് തീർച്ചയായിട്ടും ഞങ്ങളാരും രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തിയില്ല, രാഹുൽ ഗാന്ധി ന്യായ് യാത്ര നടത്തിയില്ല, നിങ്ങൾ കോൺഗ്രസ്സുകാർ ഒരു സമരവും നടത്തിയില്ല, ഒന്നും നടത്തിയില്ല. എല്ലാവരെയും പിടിച്ച് അപ്രഖ്യാപിതമായിട്ട് ജയിലിലിട്ടിരിക്കുകയായിരുന്നല്ലോ, അല്ലേ ലിജു?
നിങ്ങൾ പറയുമ്പോൾ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടി മോദിയെ ബോധ്യം അയോഗ്യനാക്കി ഉണ്ടാവണം. പ്രതിപക്ഷ അതുകൊണ്ട് നേതാക്കളെ തന്നെയാണ്. കൂട്ടത്തോടെ പിടിച്ചകത്തിട്ടു. ഇഡി ഒരു മര്യാദയില്ലാതെ പ്രതിപക്ഷ നേതാക്കളുടെ വീടുകളിൽ കയറി ഇറങ്ങി, പ്രതിപക്ഷത്തിന്റെ ഫണ്ട് മുടക്കി, എന്നിട്ടൊന്നും ചെയ്തില്ല അല്ലേ യുവരാജ്? പ്രതിപക്ഷ നേതാക്കൾ അഴിമതി കാണിച്ച പിന്നെ വെറുതെ ഇരിക്കണമെന്നാണോ ഹാഷ്മി പറഞ്ഞു വരുന്നത്? അല്ല ഹിമന്ത ബിശ്വ ശർമ്മ ബി ജെ പിയിലോട് വരണം. ഹിമന്തയെ പോലെ ബി ജെ പിയിലേക്ക് വരണം. ഹിമന്ത ബിശ്വ ശർമ്മ ബി ജെ പിയിൽ ചേരുന്നത് 2015-ലാണ്. അദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനാക്കുന്നത് ഏത് കുറ്റമുക്തി? ഹിമന്തയെ പറ്റി ബി ജെ പി ഹിമന്ത നടത്തിയ അഴിമതികളൊരു ഒരു ബുക്കിറക്കും. ഞാൻ കാണിച്ചു തരാം. ഹിമന്തയുടെ അഴിമതികൾ ബി ജെ പിയുടെ ബുക്ക്ലെറ്റ് ഞാൻ കാണിച്ചു തരാം. ആണോ? ആണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഒരു മന്ത്രി കർണാടകത്തിൽ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങോട്ട് ഭരണത്തിൽ കയറിയിട്ട് 1 വർഷമല്ലേ ആയിട്ടുള്ളൂ. നവീൻ ജിൻഡാൽ അവരോട് നിങ്ങളുടെ പാർട്ടിയിലോട്ട് നിതള സ്ഥാനാർത്ഥിയായിരുന്നു. ആദ്യം അവരോട് അഴിമതി കാണിക്കുന്നുവെന്ന് നിർത്താൻ പറയൂ ഹാഷ്മി. നവീൻ ജിൻഡാൽ കിടക്കുന്ന സംസ്ഥാനം നവീൻ ജിൻഡാൽ കോഡ് ബ്ലോക്ക് സ്കാമിൽ നിങ്ങൾ അഴിമതി ആരോപിക്കപ്പെട്ട ആളാണ്. അദ്ദേഹം നൈസായിട്ട് ബി ജെ പിയിലോട്ട് വന്നു. ഇത്തവണ ലോക്സഭയിൽ സ്ഥാനാർത്ഥി. സാഹചര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മലയാള മാധ്യമങ്ങൾ ഇവിടെ നിന്ന് ഉറഞ്ഞു തുള്ളില്ലായിരുന്നോ? നിങ്ങൾ അറിഞ്ഞ ഭാവമെങ്കിലും കാണിക്കുന്നുണ്ടോ? ഒരു സംസ്ഥാനം ഭരണം കിട്ടി കർണാടകത്തിൽ കഷ്ടിച്ചു. 1 കൊല്ലം തികച്ചാകുന്നതിന് മുമ്പ് അഴിമതിയുടെ പേരിൽ അവിടെ ഒരു മന്ത്രി രാജിവെച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരക്കാരുടെ ആരുടെയും പിറകിൽ പോകാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അല്ല പുള്ളി ബി ജെ പിയിലോട്ട് വന്നോട്ടെ. അല്ല സാർ ബി ജെ പിയിലോട്ട് വരട്ടെ. അപ്പൊ ശുദ്ധനാവല്ലോ. ഞങ്ങൾ വിളിച്ചില്ല, അദ്ദേഹം വരുന്നെങ്കിലും വന്നോട്ടെ. എനിക്കറിയില്ല അദ്ദേഹത്തിന്. അല്ലല്ല ബി ജെ പിയിലോട്ട് വന്നോട്ടെ, ശുദ്ധനായിക്കോളൂ. അല്ല ബി ജെ പിയിലോട്ട് വന്നാൽ ശുദ്ധനാക്കുമല്ലോ. എനിക്കറിയില്ല സാർ നിങ്ങൾ ശുദ്ധരാക്കി കൊടുക്കില്ല. ഇനി നടക്കില്ലായിരിക്കും. അശുദ്ധരാണെന്ന് താങ്കൾ സമ്മതിച്ചല്ലോ. അല്ല അഴിമതിക്കാർ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്ന ശുദ്ധരായ 41 പേരെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അല്ലല്ല, അഴിമതിക്കാരായ നേതാക്കൾ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്ന് ശുദ്ധരായ എത്ര പേരുടെ പേര് ഞാൻ പറഞ്ഞു തരണം? പ്രതിപക്ഷത്തെ ഏത് നേതാവിനെന്നും കൂടെ താങ്കൾ പറയണം. അഴിമതി നിങ്ങൾ ആരോപിച്ചു ശ്രീ യുവരാജ് ഗോകുൽ, അഴിമതി നിങ്ങൾ ആരോപിച്ചവർ ബി ജെ പിയിലേക്ക് വന്നപ്പോൾ കേസുകൾ അന്തരീക്ഷത്തിൽ ആവിയായപ്പോ എത്ര കേസ് കാണിച്ചു തരണം ഞാൻ യുവരാജ് ഗോകുലിന്? പോട്ടെ, നമുക്ക് സമയമില്ല. അതിലേക്ക് പോകാൻ പ്രത്യക്ഷത്തിൽ അഴിമതിക്ക് തെളിവ് നിലനിൽക്കുന്നുണ്ടെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരി 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 ഓക്കെ 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 എന്തായാലും ഇനി അത്തരം പ്രവണത ഉണ്ടാവില്ലെന്ന് തന്നെ കരുതാം. കാര്യം സഭയിൽ കുറി ഒരു പ്രതിപക്ഷമുണ്ട്, അതിൻ്റെ പ്രതിപക്ഷ നേതാവുണ്ട്, സഭയിൽ ചോദിക്കാനും പറയാനും ഒരാളുണ്ട്. നല്ലതാണ് ജനാധിപത്യത്തിൽ. അത് അത്യധികം. എൻ്റെ സമയം കഴിഞ്ഞു, ക്ഷമിക്കണം. എൻകൗണ്ടർ പൂർണ്ണമായും